ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹി ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. മുള്ളരിങ്ങാട് മസ്ജിദുൽ ബദരിയ പള്ളി ഖബർസ്ഥാനിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. കാട്ടാന ശല്യം തടയാൻ ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തി കർമ്മപദ്ധതി രൂപീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. പുലർച്ചെ 3:30 കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അമർ ഇലാഹി ഇബ്രാഹിമിന്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിലെ വീട്ടിലെത്തിച്ചത്. നിറഞ്ഞ കണ്ണുകളോടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് അമറിന്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. മന്ത്രി റോഷി അഗസ്റ്റിൻ, MP ഡീൻ കുര്യാക്കോസ്, MLA മാരായ ആന്റണി ജോൺ, മാത്യു കുഴൽനാടൻ തുടങ്ങിയവർ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. വന്യമൃഗശല്യത്തിന് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇത്തരം പ്രശ്നങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. ജനങ്ങളുടെയും സ്വാഭാവികമായി എല്ലാവരുടെയും മനസ്സിൻ്റെ ദുഃഖമാണ്. എന്നാൽ മരണവീട്ടിലും മരണത്തെ രാഷ്ട്രീയായുധമാക്കി സംസാരിച്ച മാത്യു കുഴൽനാടൻ MLA അടക്കമുള്ള UDF നേതാക്കളോട് ജനങ്ങൾ രോക്ഷാകുലരായി. ലാപ്സാക്കിക്കളഞ്ഞ MP ഫണ്ട് ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കാനായി ഉപയോഗിക്കാത്തതെന്തെന്ന് ജനങ്ങൾ ചോദിച്ചു. മലയോര പ്രദേശങ്ങളിൽ വന്ന് താമസിക്കുന്ന ഞങ്ങൾ കർഷകരാണ്. ഞങ്ങളിവിടെ നിൽക്കുമ്പോൾ ഈ പെൻസിങ്ങിന് ഇവിടെ നഷ്ടപ്പെട്ടു പോയ MPയുടെ ഫണ്ടിൽ നിന്ന് വിനിയോഗിച്ചാണെങ്കിൽ ഞങ്ങൾക്ക് പ്രയോജനം ചെയ്താണല്ലോ, ചെയ്തില്ലല്ലോ. ആ ഫണ്ട് എന്ത് ചെയ്തു? ആ ഫണ്ട് ലാപ്സായി പോയില്ലേ? അമർ ഇലാഹി ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങുകൾ മുള്ളരിങ്ങാട് മസ്ജിദുൽ ബദരിയ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ചുള്ളിക്കണ്ടം ഫോറസ്റ്റ് സെഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കൈരളി ന്യൂസ്, ഇടുക്കി.